ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ട്രാൻസ്ഫോമറിലെ 5ാമത്തെ ക്ലാസ്സാണ്. അതിൽ പാർട്സുകളാണ് നമ്മൾ പറഞ്ഞില്ലേ, ട്രാൻസ്ഫോമറിൻ്റെ പാർട്സുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അതിൻ്റെ 2ാം ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒബ്ജക്റ്റീവ്സ്: ലിസ്റ്റ് ഔട്ട് ദി മെയിൻ പാർട്സ് ഓഫ് ദി ട്രാൻസ്ഫോമർ. രണ്ടാമത്തത് എക്സ്പ്ലെയിൻ ദി പാർട്സ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ പാർട്സുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി ഇവിടെ പറയുകയാണ്. ഒന്നാമത് പ്രഷർ റിലീസ് ഡിവൈസ്, ബുക്ക് ഹോൾസ് റിലേ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുക്ക് ഹോൾസ് റിലേ. ബുക്ക് ഹോൾസ് റിലേ ആണ്. പിന്നെ ഓയിൽ ഇൻലെറ്റ് വാൾവ്, ഉള്ളിലേക്ക് ഒഴിക്കാനുള്ളതാണ് ഓയിൽ ഇൻലെറ്റ് വാൾവ്. ബ്രീത്തർ, ഇന്ന് ചർച്ച ചെയ്യുന്ന 2ാമത്തെ കാര്യമാണ് ബ്രീത്തർ. പിന്നെ ബ്രീത്തറിൻ്റെ ഉള്ളിലുള്ളതാണ് സിലിക്ക ജെല്ല്. പിന്നെ എക്സ്പ്ലോഷൻ വെൻറ്റ്, ഇന്ന് ചർച്ച ചെയ്യുന്ന 3ാമത്തെ കാര്യമാണ് എക്സ്പ്ലോഷൻ വെൻറ്റ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൺസർവേറ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. അതിൻ്റെ ഈ ഡയഫ്രം എന്ന് പറഞ്ഞാൽ എക്സ്പ്ലോഷൻ വെൻറ്റിൻ്റെ ഉള്ളിലുള്ളതാണ് ഡയഫ്രം, അത് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഓയിൽ ലെവൽ ഇൻഡിക്കേറ്റർ, അത് കൺസർവേറ്ററിലുള്ള നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ HT ടെർമിനൽ, ഇവിടെ LT ടെർമിനൽ ഇവിടെ ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. HT ടെർമിനൽ. പിന്നെ ടെമ്പറേച്ചർ ഗേജ്, ടാപ്പ് ചേഞ്ചർ മാനുവലി ഓപ്പറേറ്റഡ്, കൂളിംഗ് ട്യൂബ്. കൂളിംഗ് ട്യൂബുകൾ എന്തിനാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, ഓയിൽ കൂൾ ചെയ്യാനാണ്. പിന്നെ ടാങ്ക്, വീല്, ഓയിൽ ഔട്ട്ലെറ്റ്, ഡ്രെയിൻ ബോക്സ്, എർത്ത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പറഞ്ഞ പ്രൊട്ടക്റ്റീവ് ഡിവൈസിനെയാണ്. ട്രാൻസ്ഫോമറിൻ്റെ പ്രൊട്ടക്ഷനും വേണ്ടി കൊടുത്ത ഡിവൈസുകളാണ് ഇനി നമുക്ക് ബാക്കി പറയാനുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളെപ്പറ്റി എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഒന്നാമതായിട്ട് ബ്രീത്തറാണ്. ഇതാണ് ബ്രീത്തർ. ഇവിടെ നോക്കുക, ഈ കൺസർവേറ്ററിൽ നിന്നും അല്ലേ ഒരു പൈപ്പ് കൊടുത്ത് ബ്രീത്ത് ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊന്ന് സൂചിപ്പിച്ചിരുന്നു. ട്രാൻസ്ഫോമർ ഓയിൽ ഡിറ്റീരിയറേഷൻ ടേക്സ് പ്ലേസ് ഡ്യൂ ടു മോയ്സ്ചർ. നമ്മൾ ട്രാൻസ്ഫോമർ ഓയിൽ അല്ലേ, ടാങ്കിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഓയിൽ, ഇതിൻ്റെ 2 ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് ഇൻസുലേറ്ററാണ് ആയിട്ട് ആക്ട് ചെയ്യും. രണ്ടാമത്തത് കൂളിംഗ് പർപ്പസിനാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻസുലേഷൻ എന്താണ്, മോയ്സ്ചർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഇൻസുലേഷൻ്റെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും, ഡിറ്റീരിയറേഷൻ സംഭവിക്കും. അപ്പോൾ ഈ മോയ്സ്ചർ കണ്ടൻറ്റ് ഒരിക്കലും എന്താകാൻ പാടില്ല, ട്രാൻസ്ഫോമർ ഓയിലിൽ വരാൻ പാടില്ല. അതിന് മോയ്സ്ചർ ക്യാൻ അപ്പിയർ ഇൻ എ ട്രാൻസ്ഫോമർ ഫ്രം 3 സോഴ്സ്. 3 സോഴ്സിൽ നിന്നും മോയ്സ്ചർ, ഈർപ്പം നമുക്ക് ട്രാൻസ്ഫോമർ ഓയിലിൽ വരാവുന്നതാണ്. ഒന്നാമത്തത് ബൈ ലീക്കേജ് ത്രൂ ഗ്യാസ്കറ്റ്. എൻ്റെ ഗ്യാസ്കറ്റിന് ലീക്കേജ് ഉണ്ടായിട്ട് എവിടെയെങ്കിലും നമ്മൾ കൊടുത്ത ടാങ്കിൻ്റെ ഉള്ളിലാണ് ഇതുള്ളത്, അപ്പോൾ ഉള്ളിലേക്ക് എങ്ങനെയെങ്കിലും എയർ കിടക്കാനുള്ള ഗ്യാസ്കറ്റിന് ലീക്കേജ് ഉണ്ടായിട്ട് വരാം. അല്ലെങ്കിൽ ബൈ അബ്സോർഷൻ ഫ്രം എയർ ഇൻ കോണ്ടാക്ട് വിത്ത് ദി ഓയിൽ സർഫേസ്. ഓയിൽ സർഫേസിൽ എയർ എങ്ങനെയെങ്കിലും അല്ലെ, പുറന്നുള്ള എയർ എങ്ങനെയെങ്കിലും കോണ്ടാക്റ്റ് വരുമ്പോൾ അതിൽ നിന്നും എന്ത് ചെയ്യും, പിന്നെ മോയ്സ്ചർ അബ്സോർബ് ചെയ്യും. മൂന്നാമത്തത് ബൈ ഇറ്റ്സ് ഫോർമേഷൻ വിത്തിൻ ദ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ ഫോർമേഷൻ ചെയ്യുന്നതാണ്. എങ്ങനെ, ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ഡിറ്റീരിയേഷൻ ആസ് ഇൻസുലേഷൻ ഏജ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ വന്നിട്ട് ഇൻസുലേഷൻ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇൻസുലേഷൻ്റെ ഡിറ്റീരിയേഷൻ സംഭവിച്ചിട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ടാവാം, മോയ്സ്ചർ ഉണ്ടാവാം. അങ്ങനെ 3 കാരണങ്ങളാണ്. ഇനി അതിൽ നോക്കുക, ദി എഫക്റ്റ് ഓഫ് മോയ്സ്ചർ ഇൻ ഈ ഓയിൽ ഈസ് ടു റെഡ്യൂസ് ദി ഡയലക്ട്രിക് സ്ട്രെങ്ത്. അപ്പോൾ മോയ്സ്ചർ എയർ നമ്മൾ ഉള്ളിലേക്ക് വന്നാൽ അതെന്ത് ചെയ്യും, ഡയലക്ട്രിക് സ്ട്രെങ്ത് കുറക്കും. എന്നാൽ ഇൻസുലേഷൻ പ്രോപ്പർട്ടി ഇല്ലാതാവും. എസ്പെഷ്യലി ഇഫ് ലൂസ് ഫൈബേഴ്സ് ഓർ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ പ്രസൻറ്റ്. ഇങ്ങനെ മോയ്സ്ചർ ഓയിലിലേക്ക് മോയ്സ്ചർ നമ്മൾ എയറിലൂടെ എങ്ങനെയെങ്കിലും ഓയിലിലേക്ക് മോയ്സ്ചർ വന്നാൽ എന്ത് ചെയ്യും, അത് ഡയലക്ട്രിക് പ്രോപ്പർട്ടി അല്ലെ, അതിൻ്റെ സ്ട്രെങ്ത്ത് കുറക്കും. അത് കൂടും. എന്തൊക്കെ, ലൂസായിട്ട് ഡസ്റ്റ്, പൊടിയോ അല്ലെങ്കിൽ അങ്ങനെ ഫൈബറിൻ്റെ പാർട്ടിക്കിളൊക്കെ വന്നാൽ എന്ത് ചെയ്യും, ഈ പിന്നെ ഓയിലിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത്ത് വളരെ കുറയും. ഡയലക്ട്രിക് സ്ട്രെങ്ത്ത് പറഞ്ഞാൽ ഇൻസുലേഷൻ പ്രോപ്പർട്ടി കുറയും. അപ്പോൾ എന്താണ് മെത്തേഡ് അവൈലബിൾ ടു റെഡ്യൂസ് ഓയിൽ കണ്ടാമിനേഷൻ ഫ്രം മോയ്സ്ചർ. മോയ്സ്ചറിൻ്റെ എന്താണ്, ഓയിലിൽ മോയ്സ്ചറിൻ്റെ കണ്ടൻറ്റ് കുറക്കാനുള്ള മെത്തേഡുകൾ ഒരു 4-5 ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ പറയണത് ഏതാണെന്ന് നമുക്ക് പറയാം. ബൈ ദി യൂസ് ഓഫ് സിലിക്ക ജെൽ ബ്രീത്തർ. ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയണത്. സാധാരണ ഉപയോഗിക്കുന്നതാണ് സിലിക്ക ജെൽ ബ്രീത്തറാണ് നമ്മൾ ഉപയോഗിക്കുക. മോയ്സ്ചർ കണ്ടൻറ്റ് ഇല്ലാതെക്കണം, എയർ ഉള്ളിലോട്ട് ഡ്രൈ എയർ മാത്രം കടത്തി വിടാൻ ഉപയോഗിക്കുക. പിന്നെ ബൈ ദി യൂസ് ഓഫ് റബ്ബർ ഡയഫ്രം ഉപയോഗിച്ചിട്ട് നമുക്ക് പരിഹരിക്കാം. ബൈ യൂസിങ് സീൽഡ് കൺസർവേറ്റർ ടാങ്ക് ഉപയോഗിച്ചിട്ട്. പിന്നെ ബൈ യൂസിങ് ഗ്യാസ് കുഷൻ
ബൈ യൂസിങ് തെർമോസിഫോൺ ഫിൽറ്റർ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മോയ്സ്ചർ കണ്ടൻറ്റ് കുറക്കാൻ പറ്റും. നമ്മളിവിടെ പറയുന്നത് അത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സിലിക്ക ജെൽ ബ്രീത്തറിനെ പറ്റിയാണ്. അപ്പോൾ സിലിക്ക ജെൽ ബ്രീത്തർ, ഇതാണ് സിലിക്ക ജെൽ ബ്രീത്തർ എന്ന് പറയുന്നതാണ്. കൺസർവേറ്ററിൽ നിന്നും ഒരു പൈപ്പ് വഴി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു കൺസർവേറ്ററിൽ പകുതി ഓയിൽ ഉണ്ടാവും അല്ലേ. അപ്പോൾ ട്രാൻസ്ഫോമറിൻ്റെ ടാങ്കിൻ്റെ ഫുള്ളായിട്ട് ബാക്കിയുള്ളത് കൺസർവേറ്ററിൽ പകുതി ഓയിൽ ഉണ്ടാവും. ഇതെപ്പോഴെങ്കിലും ഹീറ്റായി ഇത് എക്സ്പാൻഷൻ സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇത് പിന്നെ ഇവിടെ മുകളിലോട്ട് ഇതിൻ്റെ അളവ് മുകളിലോട്ട് വരും എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടുത്തെ എയർ പുറത്തേക്ക് പോകണം. അപ്പോൾ ഇതിലൂടെയാണ് പുറത്തേക്ക് പോവുക. ഇനി എപ്പോഴെങ്കിലും കൂളായിട്ട് എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എയർ വരണം. അപ്പോൾ എയർ വരണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലൂടെ ആണ് എയർ വരിക. അല്ലാത്ത പക്ഷം ഇവിടെ ഇതിൻ്റെ ഉള്ളിലൂടെ വരുമ്പോൾ ഇവിടെ സിലിക്ക ജെല്ലുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഓയിൽ ഉണ്ടാവും. ആ ഓയിലിലൂടെയും സിലിക്ക ജെല്ലിലൂടെയും വരുന്ന എയർ എന്ത് ചെയ്യും, ഡ്രൈ എയർ ആയിരിക്കും. മോയ്സ്ചർ കണ്ടൻറ്റൊക്കെ സിലിക്ക ജെല്ലും അബ്സോർബ് ചെയ്യും. പിന്നെ എന്താണ്, ഡസ്റ്റും ഇതൊക്കെ ഇവിടെ താഴെ ഉണ്ടാണ് ഓയിൽ അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. നമ്മൾ ഓരോന്നും പറയുന്നുണ്ട്. അപ്പോൾ സിലിക്ക ജെൽ ബ്രീത്തർ പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ്. സിലിക്ക ജെൽ ബ്രീത്തർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ്. അത് ഫിറ്റ് ചെയ്ത് എവിടെയാണ്, ടു ദി കൺസർവേറ്റർ ത്രൂ എ പൈപ്പ്, ഒരു പൈപ്പിലൂടെ കൺസർവേറ്ററിലേക്കാണ് ഇത് ഫിറ്റ് ചെയ്തത്. അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കണേ, അലോസ് ദ മോയ്സ്ചർ ഫ്രീ എയർ, മോയ്സ്ചർ ഇല്ലാത്ത എയർ ടു ആൻഡ് ഫ്രോ, പുറത്തേക്കും അകത്തേക്കും കടത്തി വിടുന്നത് എന്താണ്, പിന്നെ ഇൻ ടു ദി കൺസർവേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോണതും പുറത്തുനിന്നും ഉള്ളിലേക്ക് വരുന്നതും എന്തായിരിക്കും, മോയ്സ്ചർ ഫ്രീ എയർ എന്ന് പറഞ്ഞാൽ ഡ്രൈ എയറിനെ കടത്തി വിടുക എന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ്. എപ്പോൾ, വെൻ ദ ട്രാൻസ്ഫോമർ ഓയിൽ ഗെറ്റ് ഹീറ്റഡ് ആൻഡ് കൂൾ ഡൗൺ, ഹീറ്റ് ചെയ്യുന്ന സമയത്തും കൂളാണ് സമയത്തും കൂളാണ് സമയത്ത് ഉള്ളിലേക്ക് എന്ത് ചെയ്യണം, ബ്രീത്ത് ചെയ്യണം. പിന്നെ ചൂടാണ് സമയത്ത് പുറത്തേക്ക് ബ്രീത്ത് ചെയ്യണം. അപ്പോൾ അതിനാണ് ബ്രീത്തർ എന്ന് പറയുന്ന അതിൻ്റെ പേര് വരാനുള്ള കാരണവും അതുകൊണ്ടാണ്. അപ്പോൾ മോയ്സ്ചർ ഫ്രീ എയറിനെ ഉള്ളിലേക്ക് കടത്തി വിടുക എന്നുള്ളതാണ് ഫങ്ഷൻ. ഇതാണ് ശരിക്കും ഇതാണ്. ആസ് ദി ലോഡ് ആൻഡ് ഹീറ്റ് ഓൺ എ ട്രാൻസ്ഫോമർ റെഡ്യൂസസ്, ലോഡ് അതുപോലെ ലോഡ് കുറയുമ്പോൾ ഹീറ്റ് കുറയും. ട്രാൻസ്ഫോമർ റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എയർ ഈസ് ഡ്രോൺ ഇൻ ടു ദി കൺസർവേറ്ററിലേക്ക് എന്ത് ചെയ്യും, എയർ ഇങ്ങോട്ട് കൺസർവേറ്ററിൻ്റെ ഉള്ളിലേക്ക് എയർ എന്ത് ചെയ്യും, ഇങ്ങോട്ട് കയറും, വലിച്ചെടുക്കും. അപ്പോൾ ത്രൂ എ കാർട്രിഡ്ജ് പാക്ഡ് വിത്ത് സിലിക്ക ജെൽ ക്രിസ്റ്റൽ, ഈ കാർട്രിഡ്ജ് പാക്ക് ചെയ്ത് സിലിക്ക ജെല്ലിലൂടെ ആയിരിക്കും ഇത് കയറുക. എന്താണ് സിലിക്ക ജെല്ല് നോക്കുക. ദ സിലിക്ക ജെൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എഫക്റ്റീവ്ലി ഡ്രൈസ് ദി എയറിനെ ഡ്രൈ ആക്കും എന്ന് പറഞ്ഞാൽ വെറ്റ് പിന്നെ നനഞ്ഞ അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടൻ്റ് ഒക്കെ എന്ത് ചെയ്യും, സിലിക്ക ജെൽ വലിച്ചെടുത്തിട്ട് ഡ്രൈ എയർ മാത്രമായിരിക്കും എന്ത് ചെയ്യുക, കൺസർവേറ്ററിലേക്ക് കടത്തിവിടുക. അതുകൊണ്ട് തന്നെ ദസ് പ്രിവെൻറ്റ് ദി മോയ്സ്ചർ ഡസ്റ്റ് എൻ്ററിങ് ഇൻ ടു ദ ട്രാൻസ്ഫോമർ ഓയിലിലേക്ക് മോയ്സ്ചർ ഡസ്റ്റ് എയർ കടത്തി വിടുന്നതിനെ തടയും. അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ദ ഫ്രഷ് സിലിക്ക ജെൽ ഈസ് അവൈലബിൾ ഇൻ ബ്ലൂ കളർ, ഫ്രഷ് ആയിട്ടുള്ള സിലിക്ക ജെല്ലിൻ്റെ നമ്മൾ മോയ്സ്ചർ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്ത ഡ്രൈ ആയിട്ടുള്ള സിലിക്ക ജെല്ലിൻ്റെ കളർ എന്താണ് എന്ന് ചോദിച്ചാൽ ബ്ലൂ കളറാണ് ഉണ്ടാവുക. ഈ കാണുന്നത് പോലെ ബ്ലൂ കളറാണ് ഉണ്ടാവുക. ഇനി അത് മോയ്സ്ചർ കണ്ടൻറ്റ് എന്ത് ചെയ്തു, അബ്സോർബ് ചെയ്ത് എന്താവും, കളർ ഓഫ് ദ സിലിക്ക ജെൽ ചേഞ്ചസ് ടു പ്യുവർ വൈറ്റ്, ഒന്നുകിൽ പ്യുവർ വൈറ്റ് ആവും, അല്ലെങ്കിൽ ഓർ ലൈറ്റ് പിങ്ക്, നോക്കുക ലൈറ്റ് പിങ്ക് കളറാവും. ആസ് ഇറ്റ്സ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം എയറിൽ നിന്നും മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് എന്ത് ചെയ്യും, പിങ്ക് കളറാവും. ഇവിടെ ഉണ്ടാവും സിലിക്ക ജെൽ പിന്നെ പിങ്ക് കളറായതാണ്, പിങ്ക് കളറാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, വൈറ്റ്, ഇത് കഴിഞ്ഞിട്ട് പ്യുവർ വൈറ്റ് കളറാവും. എന്ത് ചെയ്താൽ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്ത് പിങ്ക് കളറോ അല്ലെങ്കിൽ ഇതായോ എന്ത് ചെയ്യും, ഒന്നുകിൽ ഇത് മാറ്റണം, അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യണം, ഒന്നുകിൽ പ്യൂരിഫൈ ചെയ്യാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, റീകണ്ടീഷൻ ചെയ്യാനും വേണ്ടി റീകണ്ടീഷൻ സിലിക്ക ജെൽ എയ്തർ ഒന്നുകിൽ ഇറ്റ് ക്യാൻ ബി ഡ്രൈഡ് ഇൻ സണ്ണ്, നമ്മൾ സൂര്യൻ്റെ ചൂട് ഇതിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് ഉണക്കുക. അല്ലെങ്കിൽ ഇറ്റ് കുഡ് ബി ഡ്രൈ റോസ്റ്റഡ് ഓൺ എ ഫ്രൈയിങ് പാനിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് പിന്നെ റോസ്റ്റ് ചെയ്തിട്ട് ഡ്രൈ ആക്കുക. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സിലിക്ക ജെല്ല് റീകണ്ടീഷൻ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ പിന്നെ ദി ഓയിൽ സീൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ ബ്രീത്തർ അബ്സോർബ് ദി ഡസ്റ്റ് പാർട്ടിക്കിൾ ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ ദി എയർ. ഇതാണ് സാധനം നമ്മൾ പറഞ്ഞു, എന്താണ് കണക്റ്റിംഗ് ഫ്ലാഞ്ച്, പിന്നെ ടോപ്പ് ലിഡ്, ഇത് ട്രാൻസ്പെറൻറ്റ് സിലിണ്ടറാണ്, ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റും. പിന്നെ സിലിക്ക ജെല്ല്, ഇതാണ് സിലിക്ക ജെല്ല്, പിന്നെ ബോട്ടം ലിഡ്.
എയർ ഇൻലെറ്റ്, എയർ ഇതിലൂടെയാണ് ഉള്ളിലേക്ക് എടുക്കുക. ഇവിടെ ഓയിൽ ഉണ്ടാകും, ആ ഓയിലിലൂടെ പ്രവേശിച്ചിട്ടാണ് എന്ത് ചെയ്യുക ഉള്ളിലേക്ക് പോവുക. ആദ്യം ഓയിലാണ് ഇവിടെ ഓയിൽ കപ്പ്, അപ്പോൾ ആ ഓയിലിലൂടെ കയറിയിട്ടാണ് പുറത്തേക്ക് പോകുക. എന്തിനാണ് ഈ ഓയിൽ? അതാണ് ഓയിൽ സീൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ ബ്രീത്തർ അബ്സോർബ് ദി ഡസ്റ്റ് പാർട്ടിക്കിൾ. പൊടികളൊക്കെ എന്ത് ചെയ്യും ഈ ഓയിൽ അബ്സോർബ് ചെയ്യും. ദാറ്റ് ആർ പ്രസൻറ്റ് ഇൻ ദി എയർ. എയറിലുള്ള പൊടികളൊക്കെ എന്ത് ചെയ്യും കൺസർവേറ്ററിലേക്ക് കയറാതെ എന്ത് ചെയ്യും ഇവിടെ പിന്നെ അബ്സോർബ് ചെയ്യും. ഈ ഓയിൽ അബ്സോർബ് ചെയ്തിട്ട് ബാക്കിയുള്ള എയറെ ഇങ്ങോട്ട് കണക്ക് പിന്നെ മോയ്സ്ചർ എവിടെയും അബ്സോർബ് ചെയ്യും, സിലിക്ക ജെല്ലും അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വരക്കാൻ ചോദിച്ചാൽ ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് സിലിക്ക ജെൽ ബ്രീത്തർ വരക്കാൻ ചോദിച്ചാൽ ഒന്നുകിൽ ഇതാണ് വരയ്ക്കേണ്ടത്. ഇതിൽ കണക്റ്റിംഗ് പൈപ്പ് മുകളിലേക്ക് കൺസർവേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പാണ്. പിന്നെ വ്യൂ ഗ്ലാസ്സിലൂടെ നമുക്ക് ഉള്ളിലേക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഗ്യാസ്കറ്റ്, പിന്നെ ടോപ്പ് കവറ്, ഇത് വയർ നെറ്റ് അതുപോലെ തന്നെ ടിൻ ഷീറ്റ്, കണ്ടെയ്നർ, പിന്നെ ഗ്യാസ്കറ്റ്, പിന്നെ സിലിക്ക ജെൽ ഫില്ലിംഗ് ആണ്, വയർ നെറ്റ്. പിന്നെ ഇങ്ങനെ ഇത് എന്ത് ചെയ്യണം വരക്കാൻ ചോദിച്ചാൽ സിലിക്ക ജെൽ ബ്രീത്തർ വരക്കാൻ ചോദിച്ചാൽ ഒന്നുകിൽ ഇത് വരക്കാം അല്ലെങ്കിൽ ഇത് വരക്കാം. ക്രോസ് സെക്ഷണൽ വ്യൂ ഓഫ് സിലിക്ക ബ്രീത്തർ. കണക്റ്റിംഗ് പൈപ്പ് ടു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് കൺസർവേറ്ററിലേക്കാണ് കണക്ട് ചെയ്യുക. പിന്നെ ഫില്ലിംഗ് ഹോള്, കണ്ടെയ്നർ, വ്യൂ ഗ്ലാസ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഫുള്ളായിട്ട് ഇങ്ങോട്ട് കടത്തി വെച്ചതാണ്. നേരത്തെ പറഞ്ഞെന്താണ് ഓരോ പാർട്സും വേറെ വേറെ വെച്ചതാണ്. ഇത് വരച്ചാൽ മതിയാവും. വ്യൂ ഗ്ലാസ്, പിന്നെ സിലിക്ക ജെൽ ഫില്ലിംഗ്, സ്ട്രെയിനർ, ഡ്രെയിൻ ഹോള്, ഇവിടെ എന്താണ് എയർ ഇൻലെറ്റ്, ഓയിൽ സീൽ. ഓയിൽ ഈ രീതിയിലുള്ള നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ബ്രീത്തറിൻ്റെ ഫങ്ഷൻ ഡ്രൈ എയറിനെ മാത്രം ഉള്ളിലേക്ക് കടത്തിവിടുക എന്നുള്ളതാണ് ബ്രീത്തറിൻ്റെ ഫങ്ഷൻ. ഉള്ളതിലേക്ക് കടത്തിവിടുക അതുകൊണ്ട് പുറത്തേക്ക് ഓയിൽ ചൂടാകുമ്പോൾ എയറിനെ പുറത്തേക്ക് പിന്നെ ഒഴിവാക്കലും ഇതിലൂടെ തന്നെയാണ്. അടുത്ത ബുക്കോൾസ് റിലേ. ഇതും ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ്. ഈ സാധനമാണ് ബുക്കോൾസ് റിലേ എന്ന് പറയുക. അത് കണക്ട് ചെയ്യുക എവിടെയാണോ? ഒന്ന് കൺസർവേറ്ററിൻ്റെയും എന്തിൻ്റെയും മെയിൻ ടാങ്കിൻ്റെയും ഇടയിൽ ആയിട്ടാണ് ബുക്കോൾസ് റിലേ. നമ്മൾ അതിൻ്റെ സ്ഥാനം എവിടെയാണ് കണക്ട് ചെയ്യുകയെന്ന് ചോദിച്ചാൽ മെയിൻ ടാങ്കിൻ്റെയും പിന്നെ കൺസർവേറ്ററിൻ്റെയും ഇടയിലുള്ള പൈപ്പിൻ്റെ ഇടയിലാണ് എന്ത് ചെയ്യുക ബുക്കോൾസ് റിലേ കണക്ട് ചെയ്യുക. അതാണ് ബുക്കോൾസ് റിലേ ഈസ് എ ഗ്യാസ് ഓപ്പറേറ്റഡ് പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ്. ഗ്യാസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസാണ് ബുക്കോൾസ് റിലേ. ഗ്യാസ് ആക്ച്വേറ്റഡ് പ്രൊട്ടക്റ്റീവ് ഡിലേ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ഗ്യാസ് ഓപ്പറേറ്റഡ് പ്രൊട്ടക്റ്റീവ് ഡിലേ ആണ് വിച്ച് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ ദി ട്രാൻസ്ഫോമർ ഓയിൽ ടാങ്ക് ആൻഡ് ദ കൺസർവേറ്റർ ടാങ്ക്. ട്രാൻസ്ഫോമർ ഓയിൽ ടാങ്കിൻ്റെയും മെയിൻ ടാങ്കിൻ്റെയും കൺസർവേറ്റർ ടാങ്കിൻ്റെയും ഇടയിലായിട്ടുള്ള പൈപ്പിലാണിത് കണക്ട് ചെയ്യുക. ഇവിടെ കൺസർവേറ്റർ ടാങ്കാണ്, ഇത് മെയിൻ ടാങ്കാണ്. അതിൻ്റെ ഇടയിലാണ് ആ പൈപ്പിൽ ബുക്കോൾസ് റിലേ കണക്ട് ചെയ്യും. ഇതാണ് ബുക്കോൾസ് റിലേൻ്റെ ഉള്ളിലെ ചിത്രം. ഇത് നമുക്ക് ബുക്കോൾസ് റിലേ വരക്കാൻ ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾക്കിപ്പോൾ വരക്കാനുള്ളത്? ഡ്രോയിങ്ങിൽ മാത്രമാണ്. അപ്പോൾ ഡ്രോയിങ്ങിൽ വരക്കാൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നാമത്തത് മേക്ക് കോണ്ടാക്ട് ഫോർ ഗ്യാസ് റിലീസ്. ഇപ്പോൾ ഈ കോണ്ടാക്റ്റുകൾ മേക്ക് ചെയ്യും. ഇവിടെ 2 കോണ്ടാക്റ്റ് ഉണ്ട്. ആ മേക്ക് കോണ്ടാക്റ്റ് ഫോർ ഗ്യാസ് റിലീസ് ഇത് അലാറം അടിക്കാനും വേണ്ടിയുള്ള ഇതിലേക്ക് പോണതാണ്. അപ്പോൾ ഇത് പിന്നെ ഗ്യാസ് റിലീസ് വന്നാൽ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇത് അലാറത്തിലേക്ക് ഈ കോണ്ടാക്റ്റുകൾ എന്ത് ചെയ്യും ക്ലോസ് ആവും. ഇത് രണ്ടും കൂടി ക്ലോസ് ആയ അലാറം നമുക്ക് അടിച്ച് നമുക്ക് ചെറിയ ഫാൾട്ടുകളാണെങ്കിൽ നമുക്ക് മുന്നറിയിപ്പ് തരാനും വേണ്ടി ഓപ്പറേറ്റർക്ക് മുന്നറിയിപ്പ് നൽകാനും വേണ്ടിയുള്ള പിന്നെ ഏറ്റവും മുകളിലുള്ള ഫ്ലോട്ടാണിത്. പിന്നെ 2 മേക്ക് കോണ്ടാക്ട് ഫോർ ഷോർട്ട് സർക്യൂട്ട്. ഇത് രണ്ടും കൂടി ഷോർട്ടായാൽ ഈ കോണ്ടാക്റ്റുകൾ ഷോർട്ടായാൽ എന്ത് ചെയ്യും ഷോർട്ട് സർക്യൂട്ട് അതെന്ത് ചെയ്യും ട്രിപ്പ് സർക്യൂട്ടിലേക്കാണ് ഇത് പോവുക. സർക്യൂട്ട് ട്രിപ്പാവും, ട്രാൻസ്ഫോമറിലേക്കുള്ള സപ്ലൈ ട്രിപ്പാവും. അതിനാണ് ഷോർട്ട് സർക്യൂട്ട്. പിന്നെ അത് ഫ്ലോട്ടാണ്, പൊങ്ങി നിൽക്കുന്നതാണ്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ പൊങ്ങി നിൽക്കും. പിന്നെ മെർക്കുറി കോണ്ടാക്ട്സ് ആണ് നാലാമത്തേതാണ് മെർക്കുറി കോണ്ടാക്ട്സ് ആണ്. ഇത് 2 1 2 ഇങ്ങനെ 2 ഉണ്ട്. ഈ 2 ഇതാണ് മെർക്കുറി കോണ്ടാക്റ്റാണ്. മെർക്കുറി ഇതിനുള്ളിലുള്ള മെർക്കുറി നോർമൽ കണ്ടീഷനിൽ എന്ത് ചെയ്യില്ല, ഇത് രണ്ടും കൂടി കോണ്ടാക്റ്റ് വരില്ല. എപ്പോഴെങ്കിലും അബ്നോർമലായിട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യും ഈ മെർക്കുറി ഇങ്ങോട്ട് സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്യും ഈ കോണ്ടാക്റ്റുകൾ ക്ലോസ് ആവും. അപ്പോഴാണ് എന്ത് ചെയ്യണത് അലാറത്തിലേക്കോ അല്ലെങ്കിൽ ഇവിടെയുള്ള ഇതിൻ്റെ ഉള്ളിലും മെർക്കുറി ഉണ്ട്, അത് ക്ലോസ് ആയാലും എന്ത് ചെയ്യും ഈ 2 കോണ്ടാക്റ്റുകൾ ക്ലോസ് ആവും. അപ്പോൾ എന്ത് ചെയ്യും ട്രിപ്പ് കോണ്ടാക്റ്റിലേക്കോ പോവുക. ഇനി ഗ്യാസ്, 5ാമത്തത് ഗ്യാസാണ്. ഇവിടെ എന്താണ് ഗ്യാസ് വരും.
പിന്നെ ടു ദി ട്രാൻസ്ഫോമർ ടാങ്ക്, ഇത് ട്രാൻസ്ഫോമർ ടാങ്കിലേക്കുള്ളതാണ്, ഇത് കൺസർവേറ്ററിലേക്കുള്ളതുമാണ്. അപ്പോൾ നോക്കുക അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതിനാണ് ഗ്യാസ് ബ്രീഡ്, ടെസ്റ്റിംഗ് റോഡ്, പിന്നെ എന്താണ് ഇലക്ട്രിക്കൽ കണക്ഷനാണ്, പിന്നെ അപ്പർ ഫ്ലോട്ട് നമ്മൾ പറഞ്ഞ മുകളിലുള്ള ഫ്ലോട്ടാണ്, അത് അലാറം സർക്യൂട്ടിലേക്ക് പോകാനുള്ളതാണ്. പിന്നെ ലോവർ ഫ്ലോട്ട് ഇത് എന്താണ് താഴെയുള്ള നമ്മൾക്ക് നേരത്തെ കാണിച്ച ആ പിന്നെ മെർക്കുറി ഫ്ലോട്ട് സ്വിച്ച് ഇല്ലേ താഴെയുള്ളതാണ്, അത് ട്രിപ്പ് സർക്യൂട്ടിലേക്ക് പോണതാണ്. പിന്നെ ബാഫിൾ പ്ലേറ്റ്, ഈ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോഴാണ് ഫ്രം ടാങ്കിൽ നിന്നും വരികയാണ് ഇത് ടു കൺസർവേറ്റർ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു ചെറിയ ഫാൾട്ട് വരികയാണെങ്കിൽ ഇഫ് എ ഫാൾട്ട് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് എ ട്രാൻസ്ഫോമർ, ട്രാൻസ്ഫോമറിൻ്റെ എന്തിനാണ് ബുക്ക് ഹോൾസ് റിലേ എന്ന് ചോദിച്ചാൽ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ അല്ലേ ഇൻസൈഡിൽ എന്ത് ഫാൾട്ട് വന്നാലും, ചെറിയ ഫാൾട്ടോ വലിയ ഫാൾട്ടോ, ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിലെ എന്ത് ഫാൾട്ട് വന്നാലും എന്ത് ചെയ്യും ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഉപകരണമാണ് എന്ത് ബുക്ക് ഹോൾസ് റിലേ. അത് ചെറിയ ഫാൾട്ടാണെങ്കിൽ അത് അലാറം അടിച്ചിട്ട് നമ്മൾ ഓർമ്മിക്കും, വലിയ ഫാൾട്ടാണെങ്കിൽ എന്ത് ചെയ്യും ട്രിപ്പ് സർക്യൂട്ടിലേക്ക് തന്നെ ഇത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഫാൾട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഇൻസൈഡിൽ വന്നു, ഇറ്റ് മേ ബി ഇൻഡിക്കേറ്റഡ് ബൈ ദി പ്രസൻസ് ഓഫ് ബബിൾസ് ഇൻ ദി ട്രാൻസ്ഫോമർ ഓയിൽ. ട്രാൻസ്ഫോമർ ഓയിൽ എന്ത് ഫാൾട്ട് വന്നാൽ എന്ത് ചെയ്യും ചൂടായിട്ട് എന്ത് ചെയ്യും ബബിള് അല്ലെ ഗ്യാസിൻ്റെ ബബിളായിട്ട് എന്ത് ചെയ്യും ട്രാൻസ്ഫോമർ ഓയിൽ പുറത്തേക്ക് ഇങ്ങനെ മുകളിലോട്ട് വരാൻ തുടങ്ങും. അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ, ബബിൾസ് ഇൻ ദി ട്രാൻസ്ഫോമർ ഓയിൽ. ട്രാൻസ്ഫോമർ ഓയിൽ ബബിൾസ്, ഗ്യാസിൻ്റെ ബബിൾസ് ഇങ്ങനെ വരിക എന്നുള്ളതാണ്, അത് ചൂടായിട്ടാണ് വരുന്നത്. അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ എന്തൊരു ഫാൾട്ട് ഉണ്ടായിരുന്നുള്ളത്. ദ റിലേ കംപ്രൈസസ് ഓഫ് കാസ്റ്റ് അയൺ ചേംബർ വിച്ച് ഹാവ് 2 മെർക്കുറി ഫ്ലോട്ട് സ്വിച്ച്. ഈ റിലേ അല്ലെ ബുക്ക് ഹോൾസ് റിലേ എന്ന് പറയുന്നത് എന്താണ് ഒരു കാസ്റ്റ് അയൺ ചേംബറിൻ്റെ ഉള്ളിൽ 2 മെർക്കുറി ഫ്ലോട്ട് സ്വിച്ച് ഉണ്ട്, 2 മെർക്കുറി ഫ്ലോട്ട് സ്വിച്ചുകളുണ്ട്. അതിൽ ഒന്നാമത്തത് ഫോർ അലാം കോണ്ടാക്റ്റ്, ഒന്നാമത്തെ കോണ്ടാക്റ്റ് അലാറം അടിക്കാനുള്ളതാണ്. അപ്പോൾ അലാറം കോണ്ടാക്റ്റ് ആണ്. എക്സസ് ഗ്യാസ് പ്രഷർ ബിൽഡിംഗ് ഇൻസൈഡ് മെയിൻ ടാങ്കിൽ എക്സസ് ആയിട്ടുള്ള ഗ്യാസ് പ്രഷർ വന്നാൽ, ചെറിയ ഫാൾട്ട് വന്നാലാണ് ആ ഗ്യാസ് പ്രഷർ വരിക. ഇവിടെ എന്ത് ചെയ്യും അങ്ങനെ ഒരു ഗ്യാസ് പ്രഷർ വന്നാൽ എന്ത് ചെയ്യും അലാം കോണ്ടാക്റ്റിലേക്ക്, അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഉണ്ട് 1 ഫോർ ട്രിപ്പ് കോണ്ടാക്റ്റ്. ഇതാണ് ട്രിപ്പ് കോണ്ടാക്റ്റ്. ഇത് അലാറം അടിച്ച് നമ്മളെ ഓപ്പറേറ്റർ അലർട്ട് ചെയ്യുകയാണ് ചെയ്യുക. എന്നാൽ ഇതെന്ത് ചെയ്യും നേരെ ട്രിപ്പാവും, ഈ ട്രാൻസ്ഫോമറിലേക്കുള്ള സപ്ലൈ ട്രിപ്പാവുന്ന പിന്നെ കോണ്ടാക്റ്റാണ്. ഷോർട്ട് സർക്യൂട്ട് ലേക്ക് ഫാൾട്ട്, രണ്ടാമത്തെ എന്താണ് ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ ട്രിപ്പ് ആവാനും വേണ്ടിയുള്ള രണ്ടാമത്തെ മെർക്കുറി ഫ്ലോട്ട് സ്വിച്ചാണ്. അപ്പോൾ ഇനി ദി ഫ്ലോട്ട് അസംബ്ലി ഓപ്പറേറ്റഡ് ഡ്യൂറിങ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഗ്യാസ് എയർ ബബിൾസ് ഫോർമേഷൻ ഡ്യൂ ടു മൈനർ ഫാൾട്ട് ഇൻ ദി ട്രാൻസ്ഫോമറിൽ ചെറിയ ഫാൾട്ടുകൾ വന്നാൽ, ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ ചെറിയ ഫാൾട്ടുകൾ കാരണമായിട്ട് എന്താണ് എയറിൻ്റെ ബബിള് ഫസ്റ്റ് സ്റ്റേജിൽ അതിൻ്റെ ബബിൾ ഫോർമേഷൻ ചെയ്താൽ ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ അല്ലേ എന്താണ് ഇനീഷ്യൽ സ്റ്റേജ് ആണെങ്കിൽ എന്ത് ചെയ്യും എന്താണ് അലാം സർക്യൂട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. എന്താണ് വെൻ സഫിഷ്യൻറ്റ് ഗ്യാസ് ബബിൾസ് ഫോംഡ് അറൗണ്ട് ദി ടോപ്പ് ഫ്ലോട്ട്. ഇവിടെ നോക്കുക, അങ്ങനെ ബബിൾ വന്നിട്ട് എന്ത് ചെയ്യും ഇവിടെയാണ് ബബിൾ അടിയുക, ഈ എയർ അടിയ ഇവിടെയാണ്. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ എന്താണ് എയർ എന്ത് ചെയ്യും ഇതിനുള്ളിലൂടെ വന്നിട്ട് എന്ത് ചെയ്യും ഇവിടെ വന്ന് അടിയുമ്പോൾ എന്ത് ചെയ്യും അപ്പോൾ ബബിൾ ഇങ്ങനെ വന്ന് അടിയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും ഗ്യാസിൻ്റെ ഫോർമേഷൻ ഉണ്ടാവും. താഴേക്ക് എന്ത് ചെയ്യും ഇവിടെയുള്ള ഓയിലിനെ താഴേക്ക് തള്ളുമ്പോൾ ഇവിടെ എന്ത് ചെയ്യും ഈ പിന്നെ ഫ്ലോട്ട് സ്വിച്ച് പൊങ്ങിക്കിടക്കുകയാണ്. ഓയിൽ താഴേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും ഇതും താഴേക്ക് പോകും താഴേക്ക് പോകുന്ന എന്ത് ചെയ്യും ഇത് നേരെ ഈ സ്വിച്ച് എന്ത് ചെയ്യും നേരാകുമ്പോൾ എന്ത് ചെയ്യും ഇതിൻ്റെ ഉള്ളിലുള്ള മെർക്കുറി ഈ മെർക്കുറി എന്ത് ചെയ്യും 2 കോണ്ടാക്റ്റിനെയും ടച്ച് ചെയ്യും. ഈ കോണ്ടാക്റ്റ് എപ്പോഴെങ്കിലും ക്ലോസ് ആയാൽ ഈ മെർക്കുറി താഴേക്ക് വന്ന് പിന്നെ കോണ്ടാക്റ്റ് ക്ലോസ് ആയാൽ എന്ത് ചെയ്യും അലാം സർക്യൂട്ടിലേക്ക് മെസ്സേജ് പോകും. അപ്പോൾ ദി ഫ്ലോട്ട് ഓപ്പറേറ്റ്സ് ഇൻ ന്യൂമാറ്റിക് പ്രഷറിൻ്റെ കാരണമായിട്ട് എന്ത് ചെയ്യും ഇത് ഓപ്പറേറ്റ് ചെയ്യും. എന്താ ചെയ്യും ടു ക്ലോസ് ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ത്രൂ മെർക്കുറി സ്വിച്ചിലൂടെ ഇലക്ട്രിക് സർക്യൂട്ട് എന്ത് ചെയ്യും മെർക്കുറി സ്വിച്ചിലൂടെ ക്ലോസ് ആകുമ്പോൾ എന്ത് ചെയ്യും അലാം വിച്ച് കോസസ് ദ സൈറൺ ഓർ അലാം ബെൽ ടു ഓപ്പറേറ്റ് കോഷൻ ടു ദ ഓപ്പറേറ്ററിലേക്ക് മുന്നറിയിപ്പ് നൽകാനും വേണ്ടി എന്ത് ചെയ്യും അലാറോ അല്ലെങ്കിൽ സൈറണോ എന്ത് ചെയ്യും പിന്നെ അടിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഫാൾട്ട്
വന്ന് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഹിയറിംഗ് ദി അലാം സൗണ്ട്, ഓപ്പറേറ്റർ അലാം സൗണ്ട് കേട്ടാൽ ടേക്ക് ദി നെസറി പ്രിവെൻറ്റീവ് സ്റ്റെപ്സ് ടു സേഫ് ഗാർഡ് ദി ട്രാൻസ്ഫോമറിൻ്റെ രക്ഷയ്ക്കും വേണ്ടി സുരക്ഷയ്ക്കും വേണ്ടി നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ മുകളിലുള്ള ചെറിയ ഫാൾട്ടുകൾ വന്നാലുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി വലിയ ഫാൾട്ടാണെങ്കിൽ ഇഫ് എനി മേജർ ഫാൾട്ട് ലൈക്ക് എർത്ത് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഫാൾട്ടൊക്കെ വരികയാണെങ്കിൽ ഒക്കെ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, ദെൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഗ്യാസ് ബബിൾസ് ആർ മോർ സിവിയർ. ഇതിൽ നിന്ന് വരുന്ന ഗ്യാസ് ബബിൾസ് എന്തായിരിക്കും, സ്പീഡിലായിരിക്കും വരിക. ഇതിൽ വരുന്ന ഗ്യാസ് എന്ത് ചെയ്യും, വളരെ സ്പീഡിൽ ഇങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും, ഹെൻസ് ദ ബോട്ടം ഫ്ലോട്ട് ആക്ടിവേറ്റ്സ് ദ മെർക്കുറി സ്വിച്ച്. ഈ സാധനം എന്ത് ചെയ്യും, സ്പീഡിൽ എന്ത് ചെയ്യും, എയറിൻ്റെ ബബിള് ഈ ഓയിലിലൂടെ എയർ ബബിളുകൾ സ്പീഡിൽ വരുമ്പോൾ എന്ത് ചെയ്യും, ഇതിൽ ടച്ച് ചെയ്യും ഇതിനെ എന്ത് ചെയ്യും, താഴ്ത്തും. ഇങ്ങനെ അവിടെ പൊന്തിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് താഴും ഈ സാധനം പൊന്തുമ്പോൾ ഇതിങ്ങോട്ട് താഴുമ്പോൾ എന്ത് ചെയ്യും, ഇതിനുള്ളിലുള്ള മെർക്കുറി കോണ്ടാക്റ്റ്, ഈ രണ്ട് കോണ്ടാക്റ്റിനെയും തമ്മിൽ മെർക്കുറിയിലൂടെ കോണ്ടാക്റ്റ് ക്ലോസ് ആകുമ്പോൾ എന്ത് ചെയ്യും, ദി റിലേ കോണ്ടാക്റ്റ് ക്ലോസ് ആവും. ആ റിലേ കോണ്ടാക്റ്റ് ക്ലോസ് ആയ എന്ത് ചെയ്യും, ക്ലോസിങ് ദി ബോട്ടം റിലേ കോണ്ടാക്ട് ട്രിപ്പ് ദി ട്രാൻസ്ഫോമർ സർക്യൂട്ട് ബ്രേക്കറിലെ ഇത് ട്രിപ്പ് ആവാനുള്ള കോണ്ടാക്റ്റാണ്. ആ ട്രിപ്പ് ആവാനുള്ള കോണ്ടാക്റ്റ് ക്ലോസ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യും, സർക്യൂട്ട് ബ്രേക്കർ ട്രാൻസ്ഫോമറിലേക്ക് സപ്ലൈ വരുന്ന സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യും, ട്രിപ്പ് ആവും. അപ്പോൾ ആൻഡ് ഓപ്പൺസ് ദി ട്രാൻസ്ഫോമർ ഫോർ മെയിൻ ലൈനിൽ നിന്നും ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, ഓപ്പൺ ആവും ടു പ്രൊട്ടക്ട് ദ ട്രാൻസ്ഫോമർ ഫ്രം ഫർദർ ഡാമേജ്. പിന്നെ ഡാമേജിൽ നിന്നും എന്ത് ചെയ്യും, ട്രാൻസ്ഫോമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും. അപ്പോൾ ഇങ്ങനെയാണ് എന്തിൻ്റെ വർക്കിംഗ്, നമ്മൾ ബുക്കോൾസ് റിലേൻ്റെ വർക്കിംഗ് ഇങ്ങനെയാണ്. മേജർ ഫാൾട്ടായാലും മൈനർ ഫാൾട്ടായാലും ട്രാൻസ്ഫോമറിൻ്റെ ഇൻസൈഡിലുള്ള ഏത് ഫാൾട്ടും ഡിറ്റക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡിറ്റക്റ്റ് ചെയ്ത് അതിനെ പരിഹരിക്കാനുള്ള സ്ഥലങ്ങളിലേക്ക് അലാറം അടിച്ചിട്ടോ അല്ലെങ്കിൽ ട്രിപ്പാക്കാനുള്ള സർക്യൂട്ട് ക്ലോസ് ചെയ്തിട്ടോ അതിനെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ. അടുത്ത എക്സ്പ്ലോഷൻ വെൻ്റാണ്. ഈ കാണുന്നതാണ് എക്സ്പ്ലോഷൻ വെൻ്റ്. പുറത്തേക്കൊരു പൈപ്പ്, എന്നിട്ട് ഇവിടെ ഒരു ഡയഫ്രം ഉണ്ടാവും, അതാണ് എക്സ്പ്ലോഷൻ വെൻ്റ്. ഇറ്റ് ഈസ് പ്രഷർ റിലീസ് ഡിവൈസ്. ഉള്ളിലുണ്ടാകുന്ന പ്രഷർ, ഹൈ പ്രഷർ വരികയാണെങ്കിൽ അത് റിലീസ് ചെയ്യാൻ ഫിറ്റഡ് ടു ദി ട്രാൻസ്ഫോമറിൽ ഫിറ്റ് ചെയ്ത സാധനമാണ് എക്സ്പ്ലോഷൻ വെൻ്റ്. ദി എക്സ്പ്ലോഷൻ പൈപ്പ് ഈസ് ടൈറ്റ്ലി ക്ലോസ്ഡ് യൂസിങ് എയ്തർ എ തിൻ ഗ്ലാസ് ഓർ ലാമിനേറ്റഡ് ഷീറ്റ് ഡയഫ്രം. ഇത് എന്ത് ചെയ്യും, ടൈറ്റായിട്ട് അറ്റ് ബോത്ത് എൻഡ്, ഇതിൻ്റെ രണ്ടെൻഡിലും താഴെയും മുകളിലും എന്ത് ചെയ്യും, ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ ലാമിനേറ്റഡ് ഷീറ്റിൻ്റെയോ ഡയഫ്രം കൊടുത്തിരിക്കും. ടൈറ്റ്ലി ക്ലോസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എയറും ഇതൊന്നും വരാതിരിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് പോകാതിരിക്കാനും. പിന്നെന്താണ്, ഇത് ഷീറ്റ് കൊണ്ടാണ്, ഇവിടെയുള്ള ഇത് കട്ടിയുള്ള ഷീറ്റ് കൊണ്ടാണ്. ഇവിടെ എന്താണ്, ലാമിനേറ്റ് ചെയ്ത് ചെറിയ ഷീറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഷീറ്റ് കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ രണ്ട് എൻഡിലും ഒരു ഡയഫ്രം കൊടുത്തിരിക്കും. അപ്പോൾ എന്താണ്, ഈ പ്രഷർ ഹൈ പ്രഷർ വന്നാൽ എന്ത് ചെയ്യും, ട്രിപ്പാവൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഈ ഡയഫ്രം പൊട്ടിയിട്ടാണത് എന്ത് ചെയ്യും, ആ പ്രഷർ പുറത്തേക്ക് പോകും, അങ്ങനെ ട്രാൻസ്ഫോമറിനെ രക്ഷിക്കും. അപ്പോൾ ഈ രണ്ട് എൻഡിലും എന്തുണ്ട്, നമ്മൾ പറഞ്ഞു ഡയഫ്രം ഉണ്ടെന്ന്. അങ്ങനെ ഈ രണ്ട് എൻഡിലും ഡയഫ്രം എ വയർ മെഷ് ഈസ് പ്രൊവൈഡ് ടു ലോവർ എൻഡ് ഓഫ് ദ എക്സ്പ്ലോഷൻ വെൻറ്റിൻ്റെ ലോവർ എൻഡിൽ എന്ത് ചെയ്യും, ഒരു വയർ മെഷ് കൊടുക്കും. എന്താണ് വയർ മെഷ് എന്ന് പറഞ്ഞാൽ, ചെറിയ വല പോലത്തെ വയർ മെഷ് കൊടുക്കും. എന്തിനെ, ടു പ്രിവെൻറ്റ് ദ പീസസ് ഓഫ് ഡയഫ്രം ഫ്രം എൻ്ററിങ് ദി ടാങ്ക്. എപ്പോഴെങ്കിലും ഈ ഡയഫ്രം പൊട്ടിയാൽ ടാങ്കിലേക്ക് ഡയഫ്രത്തിൻ്റെ കഷ്ണങ്ങൾ ചെല്ലാതിരിക്കാനും വേണ്ടി ഒരു വയർ മെഷ് കൊടുക്കും. അതുപോലെ തന്നെ എ വയർ മെഷ് ഈസ് ആൾസോ പ്രൊവൈഡ് അപ്പർ എൻഡ് ഓഫ് വെൻറ്റ് പൈപ്പ് ടു ഈ മുകളിലുള്ള പുറത്തേക്കുള്ള ഇവിടെയും എന്ത് ചെയ്യും, ഒരു വയർ മെഷ് കൊടുക്കും. എന്തിനാണ്, ടു പ്രൊട്ടക്ട് മെക്കാനിക്കൽ ഡാമേജ് ഓഫ് അപ്പർ ഡയഗ്രം. മുകളിലുള്ള ഡയഫ്രം എന്താണ്, മെക്കാനിക്കൽ ഡാമേജ് വന്നിട്ട് പൊട്ടിപ്പോവാതിരിക്കാൻ ഒരു വയർ മെഷ് ഇതിൻ്റെ പുറം ഭാഗത്തും കൊടുക്കും. വയർ മെഷ് എന്ന് പറഞ്ഞാൽ ഒരു വല മുകളിലുള്ള സാധനം, അരിപ്പ. അപ്പോൾ ഇനി എന്താണ്, ഇഫ് ബൈ എനി ചാൻസ് ദ ട്രാൻസ്ഫോമർ ഈസ് ഓവർ ഹീറ്റഡ് എയ്തർ ഡ്യൂ ടു ഷോർട്ട് സർക്യൂട്ട് ഓർ സസ്റ്റെയിൻ ഓവർലോഡ് കാരണമായിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് കാരണമായിട്ടോ ഏതെങ്കിലും കാരണമായിട്ട് ഓവർ ഹീറ്റിംഗ് ട്രാൻസ്ഫോമറിൽ വന്നാൽ
എന്ത് ചെയ്യും, ബുക്ക് ഹോൾസ് റിലേ അലാം അടിക്കുകയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയോ ചെയ്യും, നമ്മൾ ട്രിപ്പാക്കുകയോ ചെയ്യും. അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ, ബുക്ക് ഹോൾസ് റിലേ ഓപ്പറേറ്റ് ചെയ്തില്ല, അങ്ങനെ സംഭവിച്ചില്ല, അങ്ങനെയാണെങ്കിൽ ദി ഗ്യാസസ് പ്രൊഡ്യൂസ്ഡ് ഇൻസൈഡ് ദ ട്രാൻസ്ഫോമർ ടാങ്ക് ക്രിയേറ്റ് ട്രിമൻഡസ് പ്രഷർ വിച്ച് മേ ഡാമേജ് ദി ടാങ്ക്. അങ്ങനെ എന്ത് ചെയ്യും, ഈ ഗ്യാസ് പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ത് ചെയ്യും, അത് പുറത്തേക്ക് പോകാൻ സ്ഥലമില്ല, അങ്ങനെ എന്ത് ചെയ്യും, അത് ഹൈ പ്രഷർ അല്ലേ, ടാങ്കിന് ഡാമേജ് ആക്കുന്ന പ്രഷറിലേക്ക് വരും. അങ്ങനത്തെ സമയത്തിൽ എന്ത് ചെയ്യും, പ്രഷർ ബിൽഡ് ഇൻസൈഡ് ദി ട്രാൻസ്ഫോമർ മേ ബ്രേക്ക് ദി ഗ്ലാസ് അല്ലെങ്കിൽ ലാമിനേറ്റഡ് ഡയഫ്രം ഓഫ് ദ എക്സ്പ്ലോഷൻ പൈപ്പ്. അങ്ങനത്തെ സമയങ്ങളിൽ എന്ത് ചെയ്യും, ടാങ്ക് പൊട്ടിത്തെറിക്കാതെ ഈ ഡയഫ്രം, ഇവിടെ കട്ടി കുറഞ്ഞ ഡയഫ്രമാണ് രണ്ട് ഭാഗത്തുള്ളത്, ആ ഡയഫ്രം പൊട്ടിയിട്ട് എന്ത് ചെയ്യും, ഡയഫ്രം ഡാമേജ് ആയിട്ട് ബ്രേക്കായിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ഉള്ളിലെ പ്രഷറിനെ പുറത്തേക്ക് കളഞ്ഞിട്ട് ട്രാൻസ്ഫോമറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സ്പ്ലോഷൻ വെൻറ്റിൻ്റെ പർപ്പസ്. അപ്പോൾ ദർ ബൈ ദ ടാങ്ക് ക്യാൻ സേവ്ഡ് ഫ്രം ടോട്ടൽ ഡാമേജ്. ട്രാൻസ്ഫോമർ ടോട്ടൽ ഡാമേജ് ആവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്പ്ലോഷൻ വെൻറ്റിൻ്റെ ഇത് നമ്മൾ പറഞ്ഞു. ഇനി ട്രാൻസ്ഫോമർ ഇൻസുലേറ്റിംഗ് ഓയിലിനെ പറ്റി നമ്മൾ അവസാനം ഒന്നുകൂടി പറയും, എന്നാലും ഇവിടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഇൻസുലേറ്റിംഗ് ഓയിൽ നമ്മൾ പറഞ്ഞു, ഓയിലിന് രണ്ട് പർപ്പസാണുള്ളത്. ഒന്ന് പ്രൊവൈഡിങ് കൂളിംഗ് അല്ലേ, കൂളിംഗ് പൈപ്പിൻ്റെ ഉള്ളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെ കൂളിംഗ് കൊടുക്കുക, ട്രാൻസ്ഫോമറിൻ്റെ കോറിനും വൈൻഡിങ്ങിനും കൂളിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ എന്ത് കൂളിംഗ് ആയിട്ടാണ്, ഈ ഓയിലിനെയാണ് കൂൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്ങും പിന്നെ കോറും ഒക്കെ കൂളാവും. അതുപോലെ തന്നെ പ്രൊവൈഡിങ് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യുക, അതാണ് മെയിനായിട്ട്. അതിൽ എന്താണ്, മോയ്സ്ചർ കണ്ടൻറ്റ് വന്നാൽ എന്ത് ചെയ്യും, ഇൻസുലേഷൻ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത പിന്നെ 3 ഫേസ് ആണെങ്കിൽ 3 ഫേസും അല്ലേ അതിൻ്റെ ഉള്ളിലുണ്ട്, അത് ഷോർട്ടാവും, അങ്ങനെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ ഇൻസുലേഷൻ ഓയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇൻസുലേഷൻ ഓയിൽ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് മിനറൽ ഓയിൽസാണ് ഉപയോഗിക്കുക. മിനറൽ ഓയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴിച്ചെടുക്കുന്ന ഓയിലുകളാണ്, പെട്രോളിയത്തിൻ്റെ കൂടെയുള്ള കിട്ടുന്നതാണ്. ബട്ട് ഈ സാധനം എന്താണ്, ബൈ ഇൻഫ്ലമബിലിറ്റി, പെട്ടെന്ന് കത്തിപ്പിടിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, സിന്തറ്റിക് എസ്റ്റേഴ്സ് ആർ യൂസ്ഡ്. ഇതിന് പകരം സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കിയ എന്ത് ചെയ്യും, എസ്റ്റേഴ്സ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉദാഹരണമായിട്ട് ചോദിക്കൽ, ഇൻസുലേറ്റിംഗ് ഓയിൽ അല്ലെ ട്രാൻസ്ഫോമർ ഓയിൽ, സിന്തറ്റിക് ട്രാൻസ്ഫോമർ ഓയിൽ എന്ത് ചെയ്യും, അസ്കാരൽസ്, അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് അസ്കാരൽസ് അല്ലെങ്കിൽ പൈറോക്ലോർ. ഇതൊന്ന് ഓർത്ത് വെക്കണം, അസ്കാരൽസ് അല്ലെങ്കിൽ പൈറോക്ലോർ എന്നുള്ളതാണ് ഇതിന് ഉദാഹരണമായിട്ട്. ട്രാൻസ്ഫോമർ ഓയിൽ, ഇൻസുലേറ്റിംഗ് ഓയിലിന് ഉദാഹരണമായിട്ട് അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് അസ്കാരൽസ് അല്ലെങ്കിൽ പൈറോക്ലോർ. അതൊന്ന് ഓർത്ത് വെക്കുക. ഈ ഇൻസുലേറ്റിംഗ് ഓയിലിനെ പറ്റിയും അതിൻ്റെ കൂളിംഗ് സിസ്റ്റത്തിനെ പറ്റി നമ്മൾ പിന്നെ ചാപ്റ്ററിൻ്റെ അവസാനം നമ്മൾ ഒന്നുകൂടി പറയും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്താണ്, കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും കൂടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമറിൻ്റെ പിന്നെ പാർട്സുകൾ മുഴുവനായിട്ടും നമ്മൾ ചർച്ച ചെയ്തു. എല്ലാവരും ഈ ക്ലാസ് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത ലെസൺ എന്താണ്, ട്രാൻസ്ഫോമർ ലോസസ്. ട്രാൻസ്ഫോമറിൽ എന്തൊക്കെ ലോസുകളുണ്ട് അല്ലേ, നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന മുഴുവനായിട്ടും ഔട്ട്പുട്ടിൽ കിട്ടില്ല അല്ലേ, നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് കോപ്പർ ലോസും അയൺ ലോസുമാണ്. അപ്പോൾ ആ ലോസുകളെ പറ്റി, അതുപോലെ തന്നെ ഇന്ന് ആ ലോസുകൾ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ, ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആൻഡ് SC ടെസ്റ്റ്, ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്, ഇതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.